അർജൻറ്റീനയും ബ്രസീലും ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ. ഏറ്റവും മികച്ച ടീമുകളെക്കാൾ ഉപരി ഇവർ തമ്മിൽ കളിക്കുന്ന മത്സരങ്ങൾ അതിപ്പോൾ ഏത് ഫോർമാറ്റായാലും ഒരു യുദ്ധം പോലെയാണ് ഇരു ടീമുകളുടെയും ആരാധകർ ആ മത്സരത്തെ കാണുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ അർജൻറ്റീനയ്ക്കെതിരെ ശക്തമായ ആധിപത്യം പുലർത്താൻ ബ്രസീലിന് സാധിച്ചിരുന്നു. പക്ഷേ 2021 ശേഷം കഥ മാറി. 2021 ശേഷം അർജൻറ്റീന വേഴ്സസ് ബ്രസീൽ മത്സരങ്ങളിലെല്ലാം തന്നെ അർജൻറ്റീന ബ്രസീലിനെ നിലംപരിശാക്കുന്ന കഥയാണ് ഫുട്ബോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ മാരക്കാനയിൽ വെച്ച് ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് അർജൻറ്റീന കോപ്പ അമേരിക്ക കപ്പ് ഉയർത്തുന്നു. പിന്നീട് സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ഹോം മത്സരങ്ങളിൽ ഇതുവരെ ബ്രസീൽ തോറ്റിട്ടില്ല എന്ന റെക്കോർഡ് അർജൻറ്റീന അവരുടെ മാരക്കാനയിൽ ചെന്ന് ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് ആ റെക്കോർഡ് തിരുത്തിയെഴുതുന്നു. പിന്നീട് നടന്ന അണ്ടർ 17 വേൾഡ് കപ്പ് മത്സരത്തിൽ 3-0 അർജൻറ്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരെ അണ്ടർ 17 വേൾഡ് കപ്പിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് നടന്ന ഒളിമ്പിക്സിൻ്റെ ക്വാളിഫിയർ റൗണ്ടിൽ അർജൻറ്റീന ബ്രസീലിനെ സമനിലയിൽ തളച്ചുകൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീലിനെ ഒളിമ്പിക്സിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് അണ്ടർ 15 കോപ്പ അമേരിക്ക മത്സരത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരെ എലിമിനേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോഴത്തെ അവസാനമായി കളിച്ച അണ്ടർ 20 കോപ്പ അമേരിക്ക മത്സരത്തിൽ 6-0 ബ്രസീലിനെ അർജൻറ്റീനയുടെ യുവരക്തങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതെ, 2021 ശേഷം അർജൻറ്റീനയ്ക്കെതിരെ മുട്ടാൻ വരുമ്പോൾ മുട്ടുവിറയ്ക്കുന്ന ബ്രസീൽ ടീമിനെയാണ് ഫുട്ബോൾ ലോകം കാണുന്നത്.